ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു സി എസ് ചാപ്റ്റേഴ്സ്. നമ്മളിവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത് S3 CSEയുടെ ഡാറ്റ സ്ട്രക്ചറാണ്. എൻ്റെ മൊഡ്യൂൾ 2 ആണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പാർട്ട് 1 ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട് വീഡിയോ. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ അത് കണ്ടിട്ട് ഈ വീഡിയോ കാണാം. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, ഒന്ന് ചെക്ക് ഔട്ട് ചെയ്യാം. ഇനി വീഡിയോ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പുതിയ നോട്ടിഫിക്കേഷൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഇവിടെ പോളിനോമിയൽ ഓപ്പറേഷനാണ്. ഓക്കെ, പോളിനോമിയൽ ഓപ്പറേഷൻ യൂസിങ് അറേ. ഇനി എന്താണ് പോളിനോമിയൽ റെപ്രസെൻറ്റേഷൻ? എ ജനറൽ പോളിനോമിയൽ എ ഓഫ് എക്സ് ക്യാൻ ബി റിട്ടൺ ആസ് an(x) പ്ലസ് an-1x) പ്ലസ് a1x പ്ലസ് a0. ഇതാണ് അതിൻ്റെ ജനറൽ ഫോർമുല എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ അതായത് an(x) a n എന്ന് പറയുന്നത് എത്രയാണോ അതിന് തന്നെയായിരിക്കും എക്സ് എന്ന് പറയുന്നത് എക്സിൻ്റെ എണ്ണം. ഓക്കെ, ഇപ്പോൾ A1 ആണെങ്കിൽ എ ഒരു ടൈം റിപ്പീറ്റ് ആയിട്ടുള്ളെങ്കിൽ എക്സും അവിടെ ഒരു ടൈം റിപ്പീറ്റ് ആവുള്ളൂ. ഇപ്പോൾ A 2 ടൈം ആയിക്കഴിഞ്ഞാൽ എക്സും അവിടെ 2 ടൈം ആവും. ഓക്കെ, എൻ്റെ അതേ റേഷ്യോയിലാണ് ഇവിടെ എക്സും ഇതായിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടുത്തെ ഒരു കണ്ടീഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ an 0 ആവാൻ പാടില്ല. അതാണ് പോളിനോമിയൽ റെപ്രസെൻറ്റേഷൻ ഒരു കണ്ടീഷൻ. ഇനി ഇതെങ്ങനെയാണ് നമ്മൾ അറേസ് വെച്ചിട്ട് പോളിനോമിയൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത് നോക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു അറേ ഒരു പോളിനോമിയൽ തന്നിട്ടുണ്ട്. a of x is equal to 2x raised to 1000 plus 1, bx is equal to x raised to 4 plus 10x cube plus 3x square plus 1 എന്ന്. അപ്പോൾ നമ്മളിവിടെ ഒരു അറേ എടുത്തിട്ടുണ്ട്. അതിൽ നോക്കാം, അപ്പോൾ a of xൻ്റെ സാധനം എടുത്തു കഴിഞ്ഞാൽ 2 ആണ് ഇവർ ഫസ്റ്റ് അറേ സ്റ്റോർ ചെയ്യും. ഈ 2 എന്താ, എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ് അല്ലേ. കോഎഫിഷ്യൻ്റ് 2യും അടുത്ത ബോക്സിൽ എന്ന് പറയുന്നത് എക്സിൻ്റെ റേസ് ആണ്. ഓക്കെ, റേസ് ടു ഏത് പവർ, അതായത് എക്സ്പോണൻ്റ് ആയിട്ട് ഏത് പവറാണെന്ന്. അപ്പോൾ നമ്മൾ അറേക്ക് രണ്ട് ബോക്സസ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യണം. ഫസ്റ്റ് ബോക്സ് എന്ന് പറയുന്നത് കോഎഫിഷ്യൻറ്റും സെക്കൻഡ് ബോക്സ് എന്ന് പറയുന്നത് എക്സ്പോണൻറ്റും ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോളിനോമിയലിലെ കോഎഫിഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്, 2 ആണ്. അപ്പോൾ നമ്മൾ അത് ആദ്യം ആഡ് ചെയ്തു. പിന്നെ അതിൻ്റെ എക്സ്പോണൻറ്റ് 1000 ആഡ് ചെയ്തു. ഇനി അടുത്തതിലേക്ക് പോകുന്ന സമയത്ത് അവിടെ എന്താ, എക്സ്പോണൻ്റ് ആയിട്ട് 1 മാത്രമേ ഉള്ളൂ. സോ നമ്മൾ 1 കോഎഫിഷ്യൻ്റ് ആയിട്ട് എഴുതി. അവിടെ എക്സ്പോണൻ്റ് ഉണ്ടോ, ഇല്ല, 0. അതത്രയേ ഉള്ളൂ. ഇനി അടുത്ത പോളിനോമിയൽ എഴുതുമ്പോൾ നമ്മൾ ആഡ് ചെയ്യുന്നത് ഇതേ സ്റ്റാക്കിലോട്ട് തന്നെയാണ് അല്ലേ, ഇതേ അറേയിലോട്ട് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ബി ഓഫ് എക്സിൻ്റെ ഫസ്റ്റ് ടേം എടുക്കുക. ഫസ്റ്റ് ടേം ഏതാ, x4 ആണ്. ഇതിൻ്റെ കോഎഫിഷ്യൻ്റ് ഉണ്ടോ, ഉണ്ട്. എത്രയാണ്, 1. അപ്പോൾ നമ്മൾ അത് ആദ്യം ആഡ് ചെയ്തു. പിന്നെ അതിന് എക്സ്പോണൻറ്റ് ചെക്ക് ചെയ്തു. എക്സ്പോണൻറ്റ് എത്ര, x raised to 4. അപ്പോൾ 4 ആണ് ഇവിടുത്തെ എക്സ്പോണൻറ്റ്. അപ്പോൾ അത് ആഡ് ചെയ്തു. ഇനി അടുത്ത ടേം നോക്കുക. അടുത്ത ടേം നോക്കുമ്പോൾ 10x ക്യൂബ് ആണ്. അപ്പോൾ 10 കോഎഫിഷ്യൻ്റ് 3 ക്യൂബ്. അങ്ങനെ നമ്മൾ അറേ ഫില്ല് ചെയ്യണം. ഓക്കെ, ഇനി പോളിനോമിയൽ അഡീഷൻ എന്താണെന്ന് നോക്കാം. The algorithm works by comparing terms from two polynomials until one or both of the polynomials become empty. അതായത് രണ്ട് പോളിനോമിയൽസിൽ ടേമുകളെ കമ്പയർ ചെയ്തിട്ട് ആ പോളിനോമിയൽ എംറ്റി ആവുന്ന വരെയും വർക്ക് ചെയ്യുന്ന ഒരു അൽഗോരിതമാണ് പോളിനോമിയൽ അഡീഷൻ എന്ന് പറയുന്നത്. അതായത് രണ്ട് പോളിനോമിയൽ ഉണ്ടെന്ന് വിചാരിക്കുക, അവരുടെ ടേംസുകൾ തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യും. ഏതുവരെ, അതായത് രണ്ട് പോളിനോമിയലും എംറ്റി ആവുന്ന വരെയും അവർ കമ്പയർ ചെയ്തിട്ട് വർക്ക് ആവുന്നൊരു അൽഗോരിതമാണ് പോളിനോമിയൽ അഡീഷൻ എന്ന് പറയുന്നത്. ദ കമ്പാരിസൺ ഇസ് പെർഫോംഡ് ആൻഡ് ദ പ്രോപ്പർ ടേം ഇസ് ആഡഡ് ടു ദ റിസൾട്ടിങ് സം പോളിനോമിയൽ. കമ്പാരിസൺ പെർഫോം ചെയ്യുമ്പോൾ ഒരു പ്രോപ്പർ ടേം ഉണ്ടാവുമല്ലോ, ആ ടേം നമ്മൾ എന്ത് ചെയ്യും, പോളിനോമിയലിൻ്റെ സമ്മിൻ്റെയോടൊപ്പം ആഡ് ചെയ്യും. ഓക്കെ, പ്രോപ്പർ ടേം ഇസ് ആഡഡ് ടു ദ റിസൾട്ടിങ് സം പോളിനോമിയൽ. സം പോളിനോമിയലിൻ്റെ റിസൾട്ടിങ്ങിൽ ആ പ്രോപ്പർ ടേമും കൂടെ നമ്മൾ ആഡ് ചെയ്യും. ഇപ്പോൾ ഒരു പോളിനോമിയൽ എംറ്റി ആയി എന്ന് വിചാരിക്കുക. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യും, ആ റിമൈനിങ് ടേംസിന് നോൺ എംറ്റി പോളിനോമിയൽസ് എന്ന് ആ റിസൾട്ടിങ് പോളിനോമിയലിലേക്ക് ജസ്റ്റ് കോപ്പി ചെയ്യും. ഓക്കെ, അപ്പോൾ ഒരു പോളിനോമിയൽ നമ്മളെടുത്ത രണ്ട് പോളിനോമിയലിൽ ഒരെണ്ണം എംറ്റി ആയിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, റിമൈനിങ് ആയിട്ടുള്ള ടേമുകൾ എന്ത് ചെയ്യണം, റിസൾട്ടിങ് പോളിനോമിയലിലേക്ക് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുക. അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി നോക്കാം. ഇനി എന്താ പോളിനോമിയൽ അഡീഷൻ്റെ പ്രോഗ്രാം നോക്കാം. d is equal to a plus b, അതാണല്ലോ അഡീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അൽഗോരിതം എന്ത് എഴുതാൻ പോകണം. അപ്പോൾ അൽഗോരിതം പോളി ആഡ് സ്റ്റാർട്ട് എ ഫിനിഷ് എ സ്റ്റാർട്ട് ബി ഫിനിഷ് ബി സ്റ്റാർട്ട് ഡി ഫിനിഷ് ഡി, ഇതൊക്കെയാണ് നമുക്ക് വേണ്ട വേരിയബിൾസ്. ഇതൊക്കെ നമ്മൾ ഇനീഷ്യലൈസ് ചെയ്യാൻ പോകണം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ സ്റ്റാർട്ട് ഡി അവൈലബിൾ ആണ് എന്ന് പറഞ്ഞിട്ട് അസൈൻ ചെയ്തു. അതിനുശേഷം ഒരു വൈൽ ലൂപ്പ് കൊടുത്തു. സ്റ്റാർട്ട് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഫിനിഷ് എ ആൻഡ് സ്റ്റാർട്ട് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഫിനിഷ് ബി എന്ന് പറഞ്ഞു. ഇനി അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ലൂപ്പിനകത്തേക്ക് പോവാം. ഇനി ഇഫ്
terms start a dot exponent less than terms start b dot exponent ഇഫ് അതായത് സ്റ്റാർട്ട് എ എന്ന് പറഞ്ഞ പോളിനോമിയൽ എടുത്തു. ഇഫ് ടേം സ്റ്റാർട്ട് എ ഡോട്ട് എക്സ്പോണൻറ്റ്, അതായത് സ്റ്റാർട്ട് എയിലെ എ എന്ന് പറഞ്ഞ പോളിനോമിയൽ സ്റ്റാർട്ട് ചെയ്യുക, അതിൻ്റെ എക്സ്പോണൻറ്റ് ടേം എടുക്കുക. അതെന്ന് പറയുന്നത് ബി, ടേം സ്റ്റാർട്ട് ബി ഡോട്ട് എക്സ്പോണൻറ്റ്. ബി എന്ന് പറഞ്ഞ പോളിനോമിയലിലെ എക്സ്പോണൻറ്റിൻ്റെ ടേമിൻ്റെ എക്സ്പോണൻ്റ് എടുക്കുക. അവർ തമ്മിൽ കമ്പയർ ചെയ്യാം. കമ്പയർ ചെയ്യുന്ന സമയത്ത് എ ആണ് ചെറുതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അറ്റാച്ച് ടേം സ്റ്റാർട്ട് ബി ഡോട്ട് കോഎഫിഷ്യൻ കോമ ടേം സ്റ്റാർട്ട് ബി ഡോട്ട് എക്സ്പോണൻറ്റ്. ഇനിയിപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ ബിയിലെ എക്സ്പോണൻ്റ് ഉണ്ടല്ലോ, അതായത് ടേം സ്റ്റാർട്ട് ബി ഡോട്ട് കോഎഫിഷ്യൻ, അതിൻ്റെ കോഎഫിഷ്യൻറ്റിനെയും സ്റ്റാർട്ട് ബിയിലെ എക്സ്പോണൻറ്റിനെയും നമ്മൾ എന്ത് ചെയ്യണം? അറയിൽ കൊണ്ട് അറ്റാച്ച് ചെയ്യണം. എന്നിട്ട് ബി ഇൻക്രിമെൻ്റ് ചെയ്യണം. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇപ്പം നമ്മൾ ഒരു 2 പോളിനോമിയൽ എടുക്കുക, അതിൽ ഫസ്റ്റ് 2 ടേമുകൾ എടുക്കുക എന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ നമ്മൾ 2 പോളിനോമിയൽ എടുത്തു, അതിൽ 2 ടേംസ് ഫസ്റ്റ് ടേംസ് എടുത്തു. അതെടുത്തിട്ട് അതിൽ ഫസ്റ്റ് ടേമുകൾ തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുക, എക്സ്പോണൻസ് തമ്മിൽ കമ്പയർ ചെയ്യുക. കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ എ ആണ് ചെറുതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ബീൻ്റെ കോഎഫിഷ്യൻറ്റും ബീൻ്റെ എക്സ്പോണൻറ്റും കൂടെ നമ്മുടെ അറയിൽ കൊണ്ട് അറ്റാച്ച് ചെയ്തിട്ട് ബി ഇൻക്രിമെൻറ്റ് ചെയ്യണം. അതുപോലെ നമ്മൾ എൻ്റെ എക്സ്പോണൻറ്റും ബിയുടെ എക്സ്പോണൻറ്റും കൂടെ കമ്പയർ ചെയ്യുക. അടുത്തത് എൽസ് കണ്ടീഷൻ ഇട്ടിട്ട് ചെക്ക് ചെയ്യുക. അങ്ങനെ എൻ്റെ എക്സ്പോണൻറ്റ് വലുതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എൻ്റെ കോഎഫിഷ്യൻറ്റും എൻ്റെ എക്സ്പോണൻറ്റും കൂടെ അറയിൽ കൊണ്ട് അറ്റാച്ച് ചെയ്യുക, എ ഇൻക്രിമെൻറ്റ് ചെയ്യുക. ഓക്കെ, ഇനി ഇതും അല്ല എന്ന് വിചാരിക്കുക. ഇത് രണ്ടും ഫോൾസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് എൻ്റെ കോഎഫിഷ്യൻറ്റ് പ്ലസ് ബീൻ്റെ കോഎഫിഷ്യൻറ്റ് ചെയ്തിട്ട് ചെയ്യുക. എന്നിട്ട് ഇനി കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ കോഎഫിഷ്യൻറ്റ് കോമ എ ഡോട്ട് എക്സ്പോണൻ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ എനെ ഇൻക്രിമെൻറ്റ് ചെയ്യുക, ബീനെ ഇൻക്രിമെൻറ്റ് ചെയ്യുക. ഇവിടെ എന്താ എയും ബിയും നമ്മൾ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ എയും ബീൻ്റെയും കോഎഫിഷ്യൻ്റ് നമ്മളവിടെ ആഡ് ചെയ്തിട്ടാണ് കോഎഫിഷ്യൻ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ ആ അറയിൽ കൊണ്ടുവച്ചത്. എന്നിട്ട് ഇഫ് ലൂപ്പ് എൻഡ് ചെയ്യുക, വയൽ എൻഡ് ചെയ്യുക. അതിനുശേഷം എയുടെ സ്റ്റാർട്ട് എന്ന് പറയുന്നത് ഫിനിഷ് എക്ക് ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യുക. ആണെങ്കിൽ പിന്നെ ലൂപ്പിലോട്ട് പോയിട്ട് എയുടെ കോഎഫിഷ്യൻറ്റും എയുടെ എക്സ്പോണൻറ്റും കൂടെ അറയിലോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അറേ എ ഇൻക്രിമെൻറ്റ് ചെയ്യുക, വൈൽ ലൂപ്പ് ക്ലോസ് ചെയ്യുക. അതേപോലെ ബീൻ്റെയും നോക്കുക, സ്റ്റാർട്ടിങ് എൻഡിൽ എത്തിയോന്ന് അറിയണ്ടേ. ബിഡിയും ചെക്ക് ചെയ്യുക, അറ്റാച്ച് ചെയ്യുക, അതിൻ്റെ കോഎഫിഷ്യൻറ്റും എക്സ്പോണൻറ്റും കൂടെ അറ്റാച്ച് ചെയ്യുക, ബി ഇൻക്രിമെൻറ്റ് ചെയ്യുക, വൈൽ ലൂപ്പ് ക്ലോസ് ചെയ്യുക, ഫിനിഷ് ചെയ്യുക. ഓക്കെ, ഇതന്നെയാണ് അടുത്തായിട്ട് കൊടുത്തിരിക്കുന്നത് അൽഗോറിതം. ഐ തിങ്ക് ഇത് ജസ്റ്റ് അൽഗോറിതം. ഇപ്പം നമ്മൾ പറഞ്ഞത് അതിൻ്റെ പ്രോഗ്രാമാണ്. ഓക്കെ, ഇതാണ് ശരിക്കും അൽഗോറിതം അറ്റാച്ച് കോഎഫിഷ്യൻ കോമ എക്സ്പോണൻറ്റ്. അറ്റാച്ച് കോഎഫിഷ്യൻ കോമ എക്സ്പോണൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ നമ്മളവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ട് ഇഫ് അവൈൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മാക്സ് ടേംസ് പ്രിൻറ്റ് ടു മെനി ടേംസ് ഇൻ പോളിനോമിയൽ. അങ്ങനെ, അതായത് അവൈലബിൾ എന്ന് പറയുന്നത് മാക്സിമം ടേമിനേക്കാളും കൂടുതലാണെങ്കിൽ അവിടെ എന്താണ്? പോളിനോമിയലിൽ ഒരുപാട് ടേം ഉണ്ട് നമ്മൾ പ്രിൻറ്റ് ചെയ്യണം. എന്നിട്ട് എക്സിറ്റ് ചെയ്യുക, ഇഫ് ലൂപ്പ് എൻഡ് ചെയ്യുക. എന്നിട്ട് അവൈലബിൾ ആയിട്ടുള്ള ടേമിൻ്റെ കോഎഫിഷ്യൻ എന്ന് പറയുന്നത് കോഎഫിഷ്യൻ ഈക്വൽ ആയിരിക്കും. അവൈലബിൾ എന്ന് അതിന് ഇൻക്രിമെൻറ്റ് ചെയ്തിട്ട് അതിൻ്റെ എക്സ്പോണൻ്റ് എന്ന് പറയുന്നത് എക്സ്പോണൻറ്റിന് ഈക്വൽ ആയിരിക്കും. എന്നിട്ട് സ്റ്റോപ്പ് ചെയ്യുക. ഇതാണ് പോളിനോമിയൽ അഡീഷൻ്റെ അൽഗോരിതം എന്ന് പറയുന്നത്.